നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇക്കാര്യം നമ്മൾ ചർച്ച ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മൾ അവനെ വീട്ടിലെത്തിച്ചു. ഇനി അവൻ അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. അതെ അതെ, നീ വണ്ടി എടുക്കുമ്പോ പോവാ. എന്നെ കൂടി കൊണ്ടുപോവാ. ഇവിടെ നിന്നാ പ്രശ്നോ? പ്ലീസ്. ഇതെന്താ എന്തേ കാണിക്കുന്നേ? നിങ്ങൾ വേഗം വണ്ടി വിട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമോ? നീ എന്താ വീട്ടിൽ പോകാതെ തിരികെ വന്നേ? അവിടെ രണ്ടുമൂന്ന് പോലീസുകാർ നിൽക്കുന്നുണ്ട്. എനിക്ക് വീട്ടിലോട്ട് കയറാൻ പറ്റിയില്ല. ഇനിയോട്ട് കയറാനും പറ്റില്ല. അവരെന്നെ പിടിക്കും. നീ ഞങ്ങളോട് വന്ന ഞങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ എന്നെ വേറെ എവിടെയെല്ലാം ഇറക്കിയാൽ മതി. വേറെ എവിടെ ഇറക്കാനോ? നിനക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ? അത് പിന്നെ അതിനെ പറ്റിയ സ്ഥലമാണ് ഇപ്പൊ ഞാനും ആലോചിക്കുന്നത്. നിനക്ക് ഫ്രണ്ട്സ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവര് താമസിക്കുന്ന സ്ഥലം പറ, ഞങ്ങൾ നിന്നെ അവിടെ ഇറക്കി വിടാം. ഉണ്ട്, ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ തനിച്ചാ താമസിക്കുന്നത്. നിങ്ങൾ എന്നെ അവിടെ എത്തിച്ചാൽ മതി. ഒളിച്ചിരിക്കാൻ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യും. എന്നാ പിന്നെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞ വഴി ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് പോട്ടെ, വണ്ടി എടുക്ക. ഓക്കെ, വണ്ടി എടുത്തു. അയ്യോ, പോലീസ്! നേരെ പോലീസിന്റെ വായിലേക്കാണല്ലോ വന്നു വീണത്. ഇടി തിരിച്ചു പോയാലോ? പെട്ടെന്ന് റിവേഴ്സ് അടിച്ചാ പോലീസ് സംശയിക്കില്ലേ? അവര് നമ്മളെ ഫോളോ ചെയ്യും. ഞാനിപ്പോ എന്ത് ചെയ്യും? എന്നെ പോലീസ് പിടിക്കൂ? പോലീസ് നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെയാണല്ലോ ഈ വഴി പറഞ്ഞു തന്നത്. ഇവരോടൊപ്പം പോലീസ് നമ്മളെ കണ്ട നമ്മളൊക്കെ അകത്തു പോവും. പോലീസ് നമ്മളെ കണ്ടു, ഇനി രക്ഷയില്ല. പോലീസ് അവനെ കാണരുത്. എങ്ങനെയെങ്കിലും നിങ്ങൾ അവനെ ഒളിപ്പിക്കേ. നമുക്ക് ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. നീ പുറകിൽ ഒളിച്ചിരിക്കും. പോലീസ് അവിടെ ഒക്കെ ചെക്ക് ചെയ്യും. ഇവനെ എങ്ങനെ ഒളിപ്പിക്കും? നിങ്ങൾ പെട്ടെന്ന് അവനെ ഒളിപ്പിക്കും എങ്ങനെയെങ്കിലും. ഐഡിയ, ഒരു കാര്യം ചെയ്യും. ഇവനെ ഇവിടെ ഒളിപ്പിക്കാം. എന്താ കുഞ്ഞു താഴെ ഇരിക്കും, താഴെ ഇരിക്കും. നിങ്ങൾ ഉപദ്രവിക്കാതെ കുനിഞ്ഞിരിക്കും അങ്ങോട്ട്. പറയുന്ന കേക്ക്. ശരി, ഞാൻ വിളിക്കാം. ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മിണ്ടാതിരുന്നോണേ. നിങ്ങളായിരുന്നു? എത്ര പെട്ടെന്നാ സാർ ഞങ്ങളെ മനസ്സിലായത്. അടങ്ങിയിരിക്കടാ. സാറിന് പെൺകുട്ടികളെ ഒരിക്കൽ കണ്ടാ മതി. നല്ല ഓർമ്മയാ അല്ലേ സാർ? നിങ്ങളെ എനിക്കങ്ങനെ മറക്കാൻ പറ്റൂ? ഞങ്ങളെ സാർ ഓർത്ത് നടന്നുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അല്ല, ഇവൾക്ക് എന്താ ഒരു പ്രശ്നമുള്ളത് പോലെ? അവള് കഴിച്ച ഫുഡ് ശരിയായില്ല, അതാ വരുന്ന വഴിക്ക് ഛർദിച്ചു. അതിന്റെ ക്ഷീണമാ സാറേ. ഓ ഓ ഓ. ഇവിടെ എന്താ സാർ പോലീസ് ചെക്കിംഗ് ഒക്കെ? അത് പിന്നെ മിനിസ്റ്ററുടെ മോനെ ഒരുത്തൻ പനിക്കിട്ടു. അയാൾ ഐസിയുല. ഏത് സമയത്ത് എന്തും സംഭവിക്കാം. അല്ല, അവനത് ആവശ്യമായിരുന്നു. അവൻ പൊതുവെ ഒരു ശല്യക്കാരനാ. ഒടുവിലേതോ ഒരു റെസ്റ്റോറന്റ് ജോലിക്കാരന്റെ കൈക്കാ പണിയായത്. അപ്പോ ആ റെസ്റ്റോറന്റിലെ ജോലിക്കാരൻ നല്ല കാര്യമല്ലേ സാർ ചെയ്തേ? അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
ആ പ്രതിയെ പിടിക്കേണ്ടത് ഞങ്ങളുടെ ജോലിയായി പോയില്ലേ? അല്ല, നിങ്ങൾ ഈ രാത്രി എവിടെ പോയതാ? ഞങ്ങളൊരു മൂവിക്ക് പോയതാ സാറേ. ഹോസ്റ്റലിലേക്ക് പോവാ. ആ, റോസ്മേരി ഹോസ്റ്റലിലേക്ക് എന്തിനാ ഈ വഴി പോകുന്നേ? വഴി തെറ്റിയതാ സാർ. അവിടെ നിന്നൊരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് തോന്നുന്നു, അതിലേ പോവാം. ഓ, വേണോ സാറേ? രാത്രിയല്ലേ, ഒരു ടൈം പാസിന് കഴിച്ചോണ്ടിരിക്കാം. വേണ്ട. അപ്പൊ സാർ ഞങ്ങളെന്നാ പോയിക്കോട്ടെ. ഗുഡ് നൈറ്റ്.